ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുന്നു. മോദിക്ക് പ്രശംസ, പിണറായിക്ക് വിമർശനം. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചും CPIMന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി. BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. 24 ആലപ്പുഴ പ്രതിനിധി മനീഷ് മഹിബാലിനോടാണ് ജി സുധാകരൻ മനസ്സ് തുറന്നത്. നരേന്ദ്രമോദി ശക്തനായൊരു ഭരണാധികാരി, ആർക്കും ഒരു സംശയമില്ല. ശക്തനായൊരു വലതുപക്ഷ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ക്യാബിനറ്റിൽ നല്ലൊരു ടീമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇപ്പോഴും അവരെ മിക്കവാറും റീറ്റെയിൻ ചെയ്ത് പുതിയ ആളെ എടുത്തു. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് ക്യാബിനറ്റുകളിൽ നിന്നും കുറച്ച് കാര്യമായി വ്യത്യാസമുണ്ട്. ഒന്നാമത് പുഴുത്തുനാറി അഴിമതി ആരോപണത്തിന് വിധേയരായ മന്ത്രിമാർ കുറവാണ്. പണ്ട് എന്ത് അഴിമതി ആരോപണം ഉണ്ടായിക്കൊണ്ടിരുന്നത്. BJPയുടെ കേന്ദ്രത്തിലെ ഒരു നല്ല വിഭാഗം മന്ത്രിമാരെ പറ്റി അഴിമതി ആരോപണം എന്നുള്ളത് ആരും ഉന്നയിച്ചായിട്ട് ഞാൻ കണ്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ആളുകൾക്ക് വിമർശനമുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരാൾ വിചാരിച്ചാൽ എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല. മറ്റുള്ളവർ പേടിച്ചു മിണ്ടാതിരിക്കുന്നത് എന്തിനാണെന്നും ജി സുധാകരൻ ചോദിക്കുകയാണ്. 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത്. വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, വരണ്ടെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാലെന്താ? പേടിച്ച് പറയത്തില്ല. ആരെ പേടിച്ചാൽ എന്തിനു പേടിക്കണം? എന്തിനാ പേടിക്കുന്നതെന്ന്? ജനാധിപത്യത്തിൽ എന്ത് പേടി? ഇങ്ങനെ പറയുന്നവരെ സൂക്ഷിക്കണം. സ്വാർത്ഥന്മാരാണ് പേടിച്ച് പറയത്തില്ല എന്ന് പറയുന്നത്. അവർക്കെന്താ കാര്യം സാധിക്കാനുണ്ട്? അവരൊന്നും ഒരു ബഹുമാനം എനിക്കില്ല. ഈ LC എങ്ങനെ ഇല്ലാതാവുന്നത്? ഞങ്ങളുടെ ഈ പ്രദേശത്ത് എങ്ങനെ ഭൂരിപക്ഷം ഇല്ലാതാവും? പറ. അപ്പം അതൊക്കെ പരിശോധിക്കണം. മാത്രമല്ല BJPയും വോട്ട് പിടിച്ചു. സുരേഷ് ഗോപിയുടെ സ്റ്റൈൽ കോപ്രായമല്ല. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. ഇലക്ഷൻ മത്സരിക്കാതെ കിട്ടിയതല്ലേ? ഇലക്ഷൻ മത്സരിച്ച് കഷ്ടപ്പെട്ട് MP ആയി അദ്ദേഹത്തിനും കിട്ടിയുള്ളൂ. ഒരു സീറ്റും ഇല്ലാത്ത തമിഴ്നാട്ടിനും കൊടുത്തില്ലേ ഇതുപോലൊരു ഒരു മന്ത്രിസ്ഥാനം? അപ്പം BJP എങ്ങനെ എടുക്കുന്നു ഇതിനെ? BJPയുടെ വോട്ടുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. 15% അവർക്കുണ്ടല്ലോ. 15% വോട്ട് ഇത്തവണ അവർക്ക് 19 ആയില്ലേ? മൊത്തത്തിൽ കേരളത്തിൽ 5% കൂടിയല്ലേ വോട്ട്? അതിന് മേളിൽ കൂടി അവിടെ എവിടെ? അതുകൊണ്ടാണല്ലോ ജയിച്ചത്. അപ്പോൾ അത് വ്യക്തിപരമായുള്ള വോട്ടും കിട്ടി കാണും. കോപ്പറായിട്ട് അങ്ങനെ അവർ രാഷ്ട്രീയമല്ലേ ഇത്? അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ സിനിമ സ്റ്റൈലാണ്. പക്ഷേ അത് കോപ്പറായെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ സ്റ്റൈലല്ലേ. ആലപ്പുഴയിലെ CPIM കോട്ടകളിൽ വിള്ളലുണ്ടായി എന്ന് ജി സുധാകരൻ പറയുകയാണ്. കായംകുളത്തും പുന്നപ്രയിലും വോട്ട് ചോർന്ന് ചരിത്രത്തിൽ ആദ്യമായാണ്. നേതാക്കൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്നും അവർ മറുപടി പറയണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ കാരണം പാർട്ടിക്ക് അടിസ്ഥാനപരമായി വോട്ട് ചെയ്ത ഒരു വിഭാഗം മാറി വോട്ട് ചെയ്തു. ഒരു വ്യക്തിയുടെ കുറേ അധികം ആൾ വോട്ട് ചെയ്തു. ഒരു മൂവ്മെൻ്റായി അങ്ങനെ വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. അപ്പം ന്യൂനപക്ഷങ്ങൾ വാസ്റ്റ് മെജോറിറ്റി കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്തു. ഇപ്പം കായംകുളം തന്നെ എടുക്കുക. അവിടെ നേതൃത്വം കൊടുത്തവരാ സമാനം പറയേണ്ടത്. അവിടെ നിന്നുണ്ടായി, ചെട്ടുകളങ്ങര ഉണ്ടായി, ഇതാ ഈ പുന്നപ്ര ഈ പഞ്ചായത്തിലുണ്ടായി, പുന്നപ്ര ഈ പഞ്ചായത്തിൽ കേട്ടുകേഴ്വിയുണ്ടോ? എന്താ സംഭവിച്ചവിടെ? മനീഷ് മഹിബാൽ വിവരണം ചേരുന്നു. മനീഷ്, നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് എന്ന് പറയുന്നു ജി സുധാകരൻ. അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരോക്ഷമായ വിമർശനം, പരോക്ഷമായല്ല നേരിട്ട് വിമർശനം നടത്താൻ കേന്ദ്രമായൊരു താരതമ്യം എന്ന നിലയ്ക്ക് പറയുകയാണോ എന്താണ് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി എന്ന്? അതോ അതിലപ്പുറമുണ്ടോ മനീഷ്? ഹാഷ്മി, അതായത് ജി സുധാകരൻ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ തൻ്റെ ബൂത്ത് തൊട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇതിനു മുൻപും ഇടതുപക്ഷം പല തെരഞ്ഞെടുപ്പുകളിലും തോറ്റിട്ടുണ്ട്. പക്ഷേ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ മൂന്നാമതെത്തിയിട്ടില്ല. പാർട്ടി പിറവിയെടുത്ത കായംകുളത്ത് പത്തിയൂരിൽ പോലും BJP 2ാം സ്ഥാനത്തെത്തി. പാർട്ടി പിന്നിൽ പോയി. തൻ്റെ ബൂത്ത് ലോക്കൽ കമ്മിറ്റി പുന്നപ്ര വയലാറിൻ്റെ സ്മാരകം ഉൾപ്പെടുന്ന സ്ഥലത്ത് പോലും പാർട്ടി മൂന്നാമതെത്തി. ഇത് ഒരു തരത്തിലുമുള്ള മറ്റ് വികാരങ്ങളല്ല, എന്തെങ്കിലും തരത്തിലുള്ള തരംഗമല്ല, ഇത് പാർട്ടിയുടെ പ്രശ്നമാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു താരതമ്യപ്പെടുത്തൽ അത് നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തി തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയായിട്ടുള്ള CPIM ഉള്ളപ്പോഴാണ് ഈ രീതിയിലുള്ള വലിയ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇനിയും ഇന്ത്യ മുന്നണി മുന്നേറണം, ഇനിയും കോൺഗ്രസ് തിരുത്തണം. ഒപ്പം തന്നെ നിലവിൽ ഉള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേരത്തെ ഉള്ള കേന്ദ്രമന്ത്രിമാർക്കെതിരെ
വ്യക്തിപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള അഴിമതിയും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി ശക്തനായിട്ടുള്ള ഭരണാധികാരി ആണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം ശൈലജ ടീച്ചർക്കെതിരെയാണ്. അതായത് കെ ശൈലജ എങ്ങനെയാണ് മാധ്യമങ്ങളാണ് എവിടെയും തോൽക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിച്ചത്. താൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതിനു മുൻപും കെ ശൈലജ തോറ്റിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. ഒപ്പം തന്നെ ആലപ്പുഴ തോൽവി അത് സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള തോൽവിയിൽ അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷങ്ങൾ പ്രധാനമായും മുസ്ലിം വോട്ടുകൾ, ഈഴവ വോട്ടുകൾ, ധീവര വോട്ടുകളൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. BJPക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് കേരളം. അവിടെ നിലവിൽ ഈ വോട്ടുകളൊക്കെ തന്നെ BJPക്കും കോൺഗ്രസിനുമായി പോയി. അങ്ങനെ തുടങ്ങി വലിയ വിമർശനമുണ്ട്. ഒപ്പം തന്നെ പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു തുടങ്ങിയ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അതിനപ്പുറം വലിയ പൊരുളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തിന് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തനിക്കറിയില്ല. പക്ഷേ ഭരണത്തെപ്പറ്റി ആളുകൾക്ക് വലിയ വിമർശനമുണ്ട്. CPIM-നെയും സർക്കാരിനെയും അനുകൂലിക്കുന്നവർക്ക് പോലും ഈ സർക്കാരിനെ പറ്റി പല കാര്യങ്ങളും വിമർശിക്കാനുണ്ട്. പിണറായി വിജയൻ്റെ മാത്രം തലയിൽ കെട്ടിവെക്കാനുള്ളതല്ല ഈ ഭരണവിരുദ്ധ വികാരം. ഒരാൾ മാത്രം വിചാരിച്ചാൽ അടക്കി നിർത്താൻ കഴിയുന്നതല്ല ഓരോ കാര്യങ്ങൾ. ഒപ്പം തന്നെ 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് 1000 സിംഹത്തെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ല തുടങ്ങിയിട്ടുള്ള പരോക്ഷമായ വിമർശനം അത് ആരെ ഉദ്ദേശിച്ചാണ് അടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ പാർട്ടിയിൽ അല്ലെങ്കിൽ സർക്കാരിൽ രാഷ്ട്രീയത്തിൽ മിണ്ടാതിരിക്കുന്നവർ, കള്ളം പറയുന്നവർ, അവർക്കൊക്കെ തന്നെ പല താല്പര്യങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ജനാധിപത്യത്തിൽ എന്തിന് പേടിക്കണം? തനിക്ക് യാതൊരു പേടിയുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയും. നല്ല പാർട്ടി പ്രവർത്തകരെ വാർത്തെടുക്കണം തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഒപ്പം തന്നെ കേന്ദ്രത്തിൽ ഭരണം പിടിക്കാനെത്തുന്ന ഇന്ത്യ മുന്നണിയും നിശിതമായി വിമർശിക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഒരു ഏകാധിപതിയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ശക്തനായ ഭരണാധികാരിയാണെന്ന് കൂടി ജി സുധാകരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജി സുധാകരൻ കേരളത്തിൽ തന്നെ വലിയ ശക്തനായ ഇടതുപക്ഷത്തിൻ്റെ CPIM-ൻ്റെ നേതാവായിരുന്നു. ആലപ്പുഴയുടെ CPIM-ൻ്റെ മുഖമായിരുന്നു, അമരക്കാരനായിരുന്നു. ഒരു കാലത്ത് കഴിഞ്ഞ നിയമസഭയ്ക്ക് ശേഷമാണ് ജി സുധാകരൻ വീണ്ടും ഇവിടുത്തെ പാർട്ടിയായി അകന്നത്. അവിടുത്തെ അമ്പലപ്പുഴ MLA H. സലാം നൽകിയ പരാതിയിൽ തന്നെ തോൽപ്പിക്കാൻ ജി സുധാകരൻ ചില നീക്കങ്ങൾ നടത്തിയെന്ന പരാതിയെ തുടർന്ന് പിന്നീട് നടത്തിയ അന്വേഷണ കമ്മീഷനാണ് ജി സുധാകരന് അതിൽ താക്കീത് നൽകിയത്. പിന്നീട് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായ ജി സുധാകരനെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്ന രീതിയിൽ തരം താഴ്ത്തി. നിലവിൽ അദ്ദേഹം പുന്നപ്രയിലെ വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 64 വർഷമായി അദ്ദേഹം പാർട്ടി അംഗമാണ്. ഈ രീതിയിലുള്ള വിമർശനം സജി ചെറിയാൻ അടക്കമുള്ള ജി സുധാകരൻ ആലപ്പുഴ പാർട്ടിയിൽ നിന്ന് പിൻവാങ്ങിയ ശേഷമാണ് ആലപ്പുഴയിലെ ഗ്രൂപ്പ് സമവാക്യം അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടായത്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അതൃപ്തിയുണ്ട്. കുറച്ചു നാളായി അതൃപ്തി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇക്കുറി എന്താണ് ആ വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അതിരൂക്ഷമായ വിമർശനങ്ങൾ. നരേന്ദ്രമോദി ശക്തനായ വലതുപക്ഷ നേതാവാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ മന്ത്രിമാർ വ്യക്തിപരമായി നേരിട്ടിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് അടക്കം CPM വലിയ രീതിയിൽ ക്യാമ്പയിൻ ആക്കിയതിനു ശേഷം ജി സുധാകരൻ പറയുന്ന അഴിമതി അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല, അഴുകിനാറിയ അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അതോടൊപ്പം കേരളത്തിൽ നയിക്കാൻ നല്ല നേതാവില്ല എന്ന് പരോക്ഷമായി പറയുന്നു. ഉറപ്പായും അത് സർക്കാരിനെതിരെയാണ്, CPM നേതൃത്വത്തിനെതിരെയാണ്, ഭരണത്തിനെതിരെയാണ്. നേരത്തെ തർക്കവുമില്ല. പറയുന്നത് CPM-ന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതിഭാഗത്തിന് നീക്കം. രാഹുൽ P. ഗോപാലിനെതിരെ പരാതിയില്ലെന്ന് പെൺകുട്ടിയുടെ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടി പ്രതിയുടെ കസ്റ്റഡിയിലാണെന്ന് സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ മൊഴിമാറ്റമെന്നും പിതാവ് ആരോപിക്കുകയാണ്. നാടകീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമം. പരാതിയില്ലെന്ന പെൺകുട്ടിയുടെ സത്യവാങ്മൂലം പ്രതിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മൊഴിമാറ്റം സമ്മർദ്ദം മൂലമെന്ന പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. പ്രതി രാഹുൽ P. ഗോപാലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് മകളെന്നും പിതാവിന്റെ ആരോപണം. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ 24-നോട് പറഞ്ഞു. പരാതിക്കാരിയും ഒന്നാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിലും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം പോലീസിനില്ലായിരുന്നു. ഒന്നാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ വോണ്ട് സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ല. കേസിൽ അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. അന്വേഷണ സംഘം നിയമോപദേശവും തേടിയിട്ടുണ്ട്. അതിനിടെ പെൺകുട്ടിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതി വടക്കേക്കര പോലീസ് കഴക്കൂട്ടം പോലീസിന് കൈമാറി. 24 കൊച്ചി.
അത്തരത്തിൽ ക്രൂരമായ പീഡനം ഉണ്ടായിട്ടുണ്ട്, മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, കഴുത്തിൽ കുരുക്കിട്ട് കൊല്ലാൻ നോക്കി, ബെൽറ്റ് ഇട്ടടിച്ചു എന്നൊക്കെ പെൺകുട്ടി തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അതിനുള്ള തെളിവായ പാടുകൾ, കഴുത്തിലെ പാട് ഒക്കെ പെൺകുട്ടി തന്നെ പോലീസിനെ കാണിച്ചു കൊടുത്ത് ചെയ്തതാണ്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഒന്നും ഉണ്ടായിട്ടില്ല, വലിയ കെയറിംഗ് ആണ് രാഹുലേട്ടൻ എന്നൊക്കെ പെൺകുട്ടി പറയുന്നത് എന്താണ് എന്ന അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. നീറ്റ് പരീക്ഷാ ഫലത്തിനെതിരെ നൽകിയ ഹർജിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടെന്നും ചോദ്യങ്ങൾക്ക് മറുപടി വേണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിവരങ്ങളുമായി നിതിൻ അംബുജൻ. നിതിൻ, നീറ്റ് പരീക്ഷയെപ്പറ്റി കോടതി പറയുന്നത് അത്യന്തം ഗൗരവതരമായ ചില നിരീക്ഷണമാണ്. പക്ഷേ കൗൺസിലിംഗ് തടയണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിനോട് കോടതിയുടെ പ്രതികരണം എന്താണ്? ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി ശിവാംഗി മിശ്ര ഉൾപ്പെടെയുള്ള 8 വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം ഈ ചോദ്യപേപ്പർ ചോർന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് നിർത്തിവെക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ സുപ്രീം കോടതി ഇന്ന് അത്തരം നടപടിയിൽ കടക്കാൻ തയ്യാറായിട്ടില്ല. അടുത്ത മാസം 8-ന് ഹർജി വീണ്ടും പരിഗണിക്കും. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസിൽ കൃത്യമായ മറുപടി വേണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ കൃത്യമായ മറുപടി പക്ഷേ നമുക്കിപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയത് നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. കാരണം പവിത്രതയെ ബാധിച്ചും സുപ്രീം കോടതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ ഒരു ഗൗരവമേറിയ ഒരു പരാമർശം നിരീക്ഷണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ വലിയ പ്രതിഷേധമടക്കം ഈ വിഷയത്തിലടക്കം ഉയർന്നിരുന്നു. കാരണം 67 വിദ്യാർത്ഥികൾക്കാണ് ഉയർന്ന റാങ്കോട് തന്നെ പാസ്സായത്. അത് ചോദ്യം ചെയ്താണ് വലിയ പ്രതിഷേധവും വലിയ ആരോപണവും ഉയർന്നത്. ഈ ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ഒരു നടപടിയിൽ ഇപ്പോൾ സുപ്രീം കോടതി കടന്നിട്ടില്ല. എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നിർത്തിവെക്കാനോ അല്ലെങ്കിൽ പരീക്ഷ റദ്ദാക്കുകയോ തുടങ്ങിയ നടപടിയൊന്നും കോടതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതെല്ലാം തന്നെ ഇതിൽ തീരുമാനമെടുക്കുക NTIയുടെ മറുപടി ലഭിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അടുത്ത മാസം 8-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നീറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ ആശ്വാസകരം, ആശങ്ക ഉണ്ടാക്കുന്നതാണ് കുട്ടികൾക്ക്. അതിൽ പരിഹാരമുണ്ടാവട്ടെ. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ആഴ്ച അവസാനം തീരുമാനിച്ചിട്ടില്ല, സമയം തീരുമാനിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ന്യൂനപക്ഷ കാര്യത്തിൻ്റെ അടക്കം സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. അതിൽ അദ്ദേഹത്തിന് കേരളവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ജോർജ് കുര്യൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനലബ്ധി അത്രത്തോളം സർപ്രൈസിംഗ് ആയിരുന്നു. അപ്പോൾ പുതിയ സഹമന്ത്രിമാർക്ക് എല്ലാവിധ ആശംസകളും നേരുകയുമാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ് നേരത്തെ ഹരീഷ്. ഹാഷിം, ഗുഡ് ആഫ്റ്റർനൂൺ. പന്തിരാങ്ക ഓഗസ്റ്റ് ചട്ടിയും കലവും തട്ടിയും മുട്ടിയും പോലെയായോ? ദെൻ മീഡിയ ഷുഡ് ആൻസർ ബട്ട് ഫീൽ ദർ വാസ് സ്ട്രഗിൾ ഷീ ഫേസ്ഡ് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളെ പെൺകുട്ടി തന്നെ പറഞ്ഞതാണ്, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞതാണ്. പോലീസ് അതിൽ കേസെടുത്തതാണ്, അതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായതാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ വെളിപ്പെടുത്തലിൽ ഈ കുട്ടി നടത്തുമ്പോഴും അതിനൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്. കുറ്റപത്ര സമർപ്പണത്തിലേക്ക് പോലീസ് പോവുകയുമാണ്. മലബാറിൽ +1 സീറ്റുകൾ ആവശ്യത്തിലധികമെന്ന വാദവുമായി നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ITI മുതൽ അൺഎയ്ഡഡ് വരെയുള്ള സീറ്റുകൾ കൂട്ടിയാണ് മന്ത്രി വിചിത്രവാദം ഉന്നയിക്കുന്നത്. എന്നാൽ 6 ജില്ലകളിൽ ഇപ്പോഴും സീറ്റ് ക്ഷാമമെന്ന കണക്കുകൾ നിരത്തി പ്രതിപക്ഷം മന്ത്രിയുടെ വാദത്തെ പ്രതിരോധിച്ചു. സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളിൽ വിദ്യാഭ്യാസമില്ല എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. മലബാറിലെ +1 സീറ്റ് ക്ഷാമം ചൂണ്ടിക്കാട്ടി N ശംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ ITI, പോളിടെക്നിക്, VHSC, അൺഎയ്ഡഡ് വരെ കണക്ക് കൂട്ടി ഒരു ക്ഷാമവുമില്ലെന്ന് വാദിച്ചു. മന്ത്രിയുടെ കണക്ക് പ്രകാരം മലപ്പുറത്ത് പോലും വിജയിച്ചവരെക്കാൾ 5000 സീറ്റ് കൂടുതലുണ്ട്. വിചാരിക്കുന്ന വിദ്യാർത്ഥിക്ക് വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങേ മന്ത്രിയാക്കിയാലും നടക്കില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് 3 അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം പരിശോധിക്കാം എന്നുള്ള കാര്യം പറയുന്നു. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. മലബാറിലെ 6 ജില്ലകളിൽ സീറ്റിന്റെ കുറവുണ്ടെന്നും ഈ കണക്കുകൾ വിശദീകരിക്കുന്ന കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയെന്നും N ശംസുദ്ദീൻ ചോദ്യമുന്നയിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല സർ. ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ്. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. മലബാറിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മോഹങ്ങൾ സർക്കാർ ചിറകരിഞ്ഞു കളയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിങ്ങൾ പൊന്നാനി താലൂക്കിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ചേരാൻ പറ്റുമോ? നിലമ്പൂരുള്ള ഒരു സ്കൂളിൽ ഞങ്ങൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ
നിങ്ങൾ ഒരു കാരണവശാലും അതൊന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള നിലപാടാണ് നിങ്ങൾ. സാർ, അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ഇപ്പോൾ ബാർക്കോഴ ആരോപണത്തിൽ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് കുറച്ച് സംഘർഷഭരിതമാവുന്നുണ്ട്. പലയാവർക്കും ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രവർത്തകർ പോലീസിന് നേരെ നിരന്തരം കല്ലെറിഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. NG പ്രതീഷ് വിവരങ്ങൾ ചെയ്യുന്നു. പ്രതീഷ്, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? സംഘർഷാവസ്ഥ അങ്ങനെ തുടരുകയാണോ? ഹാഷ്മി, സംഘർഷത്തിന് ഇപ്പോഴും അയവില്ല. സർക്കാരിനെതിരെ ഉയർന്ന ബാർക്കോഴ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിലേക്ക് വഴിവെച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നായിരുന്നു പ്രവർത്തകർ മാർച്ച് തുടങ്ങിയത്. നിയമസഭയ്ക്ക് തൊട്ട് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞു. പിന്നീട് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തരത്തിൽ വാക്കേറ്റമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. നിരന്തരമായി പോലീസിന് നിരയും ജലപീരങ്കി വാഹനത്തിന് നിരയും പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട്. പക്ഷേ പോലീസ് പരമാവധി ഒരു സംയമനം പാലിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ സ്ഥാപിച്ചിരുന്ന ഒരു ബാരിക്കേഡ് ഈ പ്രവർത്തകർ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് വടം കെട്ടി ഈ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചെങ്കിലും പ്രവർത്തകർ ബലപ്രയോഗത്തിലൂടെ ഈ വടം അഴിച്ചു മാറ്റുകയായിരുന്നു. പിന്നീട് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ബാരിക്കേഡാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. ആ വഴിയിലൂടെ ഇതിനകത്തേക്ക് കടക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംയമനം ഇവിടെയുണ്ട്. ഇപ്പോൾ മറ്റൊരു ജലപീരങ്കി കൂടി പ്രവർത്തകർക്ക് നേരെ എത്തുന്നുണ്ട്. 2 ജലപീരങ്കി വാഹനങ്ങളാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഇവിടെ ഉള്ളത്. പോലീസ് 4ാമതും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തന്നെയുള്ള ഒരു പ്രതിരോധവുമായി തന്നെ ഈ നിയമസഭയ്ക്ക് മുന്നിൽ തന്നെയുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുന്ന ഘട്ടത്തിലും പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട്. ഈ കൂടുതൽ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അതാണ് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പല ഘട്ടങ്ങളിലും പോലീസിന് ഈ ബാരിക്കേഡ് മറികടന്ന് നിയമസഭാ ഭാഗത്തേക്ക് പോകാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് അത് തടയുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ നിന്ന് മടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് മടങ്ങിയതോടുകൂടിയാണ് ഈ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പ്രതിപക്ഷ നേതാവ് പോയ ഉടൻ തന്നെ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ വടം കെട്ടി തടഞ്ഞിരുന്ന ബാരിക്കേഡുകൾ പ്രവർത്തകർ ഈ വടം ഉപയോഗിച്ച് വലിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള ഒരു ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ കൈകൾ കോർത്ത് അങ്ങനെ നിലയുറപ്പിക്കുകയാണ്. ബാർക്കോഴയിൽ ഉയർന്ന ആരോപണത്തെ തുടർന്നാണ് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ആ മാർച്ച് പുരോഗമിക്കുന്നത്. ഷഫീദ് റാവത്ത് കൂടി ചേർന്നു. ഷഫീദ്, സാധാരണയിൽ നമ്മൾ ഇത്തരം പ്രതിഷേധ രംഗങ്ങളിൽ ഒരു ജലപീരങ്കി വണ്ടിയെ കാണാറുള്ളൂ. ഇതിപ്പോൾ 2 എണ്ണം ഉണ്ടോ ഷഫീദ്? ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിലേക്ക് അതല്ലെങ്കിൽ സർക്കാർ കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ വർദ്ധിത വീര്യത്തോടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് മുൻപിൽ അരങ്ങേറുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ അനുകൂല ഘടകം, അത് മാത്രമല്ല അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് തിങ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ശക്തി പ്രകടനത്തിൽ ഈ പ്രതിഷേധത്തിലടക്കം നമുക്ക് കാണാൻ കഴിയും. നിയമസഭയിലേക്ക് ബാർക്കോഴ ആരോപണം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പോലീസിന് നേരെ വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു. ഏതാണ്ട് ഹഷ്മി, സാധാരണഗതിയിൽ നമ്മൾ ഈ സമരത്തിലൊക്കെ കാണുന്ന ചെറിയ മെറ്റൽ കഷ്ണങ്ങളൊന്നുമല്ല, വലിയ കല്ലുകൾ, പാറക്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിന് നേർക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. കമ്പുകൾ, കൊടിക്കമ്പുകളും മറ്റു കമ്പുകളും പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും പ്രവർത്തകർ ഈ നിയമസഭയുടെ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പലതവണ ഈ ബാരിക്കേഡ് മറച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ പോലീസ് അതിനെ തടസ്സപ്പെടുത്തി. ഇപ്പോഴും വലിയ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് നിയമസഭയുടെ മുൻവശം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2 ജലപീരങ്കി വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തി. ഏതാണ്ട് 8ലധികം തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് പോലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്ന് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷവും ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ വലിയൊരു പ്രൊവോക്കേഷനാണ് ഉണ്ടായത്. അത് കമ്പുകൾ വലിച്ചെറിയുന്നു, പോലീസുകാരെ ഈ കല്ലുകൾ കൊണ്ട് നേരിടുന്നു. അതിനപ്പുറത്തേക്ക് കമ്പുകൾ കൊണ്ട് ബാരിക്കേഡിന് ഇപ്പുറത്ത് നിൽക്കുന്ന
നിൽക്കുന്ന പോലീസുകാരെ അടിക്കുന്നടക്കം ഇപ്പോൾ കുറച്ചുകൂടി സംഘർഷസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു പക്ഷേ അത് ഈ ടിയർ ഗ്യാസ് പ്രയോഗത്തിലേക്കടക്കം കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്നുള്ള മുന്നറിയിപ്പ് തൊട്ടടുത്ത മിനിറ്റിൽ ഉണ്ടാകും. ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന് നേരെ വ്യാപകമായിട്ടുള്ള പ്രൊവക്കേഷൻ ഉണ്ടായി. പോലീസിന് നേരെ വലിയ കല്ലുകൾ വലിച്ചെറിഞ്ഞു. കമ്പുകൾ കൊണ്ട് പോലീസിനെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ബാരിക്കേഡുകളുടെ കയറഴിച്ചു. മാത്രമല്ല ബാരിക്കേഡ് തള്ളിമറിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് വരാനുള്ള നീക്കങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ സംഘർഷ സമാനമായ സാഹചര്യം നിയമസഭയ്ക്ക് മുൻപിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം നിയമസഭ സ്തംഭിക്കുന്നത്. അത് ഈ ബാർക്കോഡ് ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്ന് രാവിലെ വീണ്ടും അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുന്നതായിരുന്നു. അതടക്കമുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം അതിൽ പ്രതിഷേധമായി ഉയർത്തുമ്പോൾ ബാർക്കോഡ് ആരോപണത്തിൽ നിയമസഭയ്ക്ക് മുൻപിൽ സംഘർഷ സമാനമായ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞുപോയിട്ടില്ല. പോലീസിന് നേരെ ആക്രോശങ്ങളുണ്ട്. പോലീസിന് നേരെ കല്ലേറും അതേപോലെ തന്നെ കമ്പുകൊണ്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ബാരിക്കേഡ് പൂർണ്ണമായും അടർത്തി മാറ്റുന്ന സാഹചര്യം, അതായത് നിരത്തി വെച്ചിരിക്കുന്ന ബാരിക്കേഡ് അത് പൂർണ്ണമായും വലിച്ചു നീക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് നിയമസഭയ്ക്ക് മുൻവശം മാറിയിരിക്കുന്നു. ഏതായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഇടക്കാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് വലിയൊരു അവരുടെ ഒരു ശക്തി പ്രകടനം അത് നമ്മൾ മുൻപ് ഈ വണ്ടിപ്പെരിയാറിലൊക്കെ നിയമസഭയിലേക്കാണ് യൂത്ത് കോൺഗ്രസിനെ മാർച്ച് 2 ജലപീരങ്കിയിൽ വാട്ടർ ക്യാനൺ പ്രയോഗിക്കുകയാണ്. അവിടെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ നിലയുറപ്പിക്കണം. വെൽക്കം ബാക്ക് ഇവിടെ പ്രേക്ഷകർ. ഇവിടെ മുരളി പറയാണ് ജലം അമൂല്യമാണ്, സമരക്കാരെ കാറ്റടിച്ച് പറപ്പിക്കൂ, അതിൻ്റെ പീരങ്കി വാങ്ങിക്കുന്നതിലും അഴിമതി കാണിക്കുന്നത് മതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജലപീരങ്കി പ്രയോഗം തുടരുകയാണ്. അവിടെ ആ സമരം കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് കയറാം. തൽക്കാലം മറ്റു ചില വാർത്തകൾ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാർ ചുമതലയേറ്റു. സുരേഷ് ഗോപി പെട്രോളിയം ടൂറിസം മന്ത്രാലയങ്ങളിലും ജോർജ് കുര്യൻ മത്സ്യ മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയത്തിലുമാണ് ചുമതലയേറ്റത്. UKG ക്ലാസ്സിൽ ചേർന്ന അനുഭവമാണെന്ന് ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചു. രാവിലെ 10 മണിയോടെ ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയാണ് സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തത്. പെട്രോൾ വില വർധന പരിഹരിക്കാൻ കൂടുതൽ പെട്രോളിയം നിക്ഷേപം കണ്ടെത്തണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വിലവർധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം. അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസിൻ, അതുപോലെ തന്നെ കൊല്ലത്തിപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. സിനിമയും മന്ത്രിയുടെ ചുമതലയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. പെട്രോളിയത്തിന് ശേഷം ടൂറിസം വകുപ്പിന്റെ ചുമതലയും ഏറ്റെടുത്തു. മന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം തേടി. തനിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ന് വൈകിട്ട് സുരേഷ് ഗോപി കോഴിക്കോട്ടെത്തും. നാളെ കണ്ണൂർ കല്യാശ്ശേരിയിൽ EK നായനാരുടെ വീട് സന്ദർശിക്കും. പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തും. മറ്റന്നാൾ തൃശൂരിലേക്ക് തിരിക്കും. ജോർജ് കുര്യൻ ഉച്ചയ്ക്ക് ശേഷം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല കൂടി ഏറ്റെടുക്കും. 24 ഡൽഹി. മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേറ്റു. കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട പോലീസുകാർക്ക് ആദരമർപ്പിച്ച ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ വീണ്ടും അധികാരമേറ്റത്. റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവും വിദേശകാര്യമന്ത്രിയായി S ജയശങ്കറും വീണ്ടും ചുമതലയേറ്റു. ദേശീയ പോലീസ് സ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചുമതലയേൽക്കാൻ പുറപ്പെട്ടത്. ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയാണ് രണ്ടാം തവണയും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചുമതലയേറ്റത്. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയായി കിരൺ റിജിജു ചുമതലയേറ്റു. റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ചുമതല കൂടി ഏറ്റെടുത്തു. സഹമന്ത്രി L മുരുകനും ഒപ്പമുണ്ടായിരുന്നു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയും വൈദ്യുത മന്ത്രി മനോഹർലാൽ ഖട്ടറും ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗും തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും ചുമതലയേറ്റു. 24 ഡൽഹി. അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് RSS. JP നഡ്ഡ കേന്ദ്രമന്ത്രിയായതോടെ BJPയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാകുമെന്ന ചർച്ച സജീവമാകുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി പരിഗണിച്ചാകും പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കുക. BJP അധ്യക്ഷ സ്ഥാനത്ത് JP നഡ്ഡയുടെ കാലാവധി 2023 ജനുവരിയിൽ അവസാനിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് 2024 ജൂൺ വരെ നീട്ടി നൽകുകയായിരുന്നു. പുതിയ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായ JP നഡ്ഡയ്ക്ക് സംഘടനാതലത്തിൽ പിൻഗാമിയായിരുന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ, CR പാട്ടീൽ, ഭൂപേന്ദർ യാദവ് തുടങ്ങിയ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നുകേട്ടത്. എന്നാൽ ഈ 4 മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സാധ്യതകൾ മങ്ങി. ലോക്സഭ മുൻ സ്പീക്കറും മോദി, അമിത്ഷാ എന്നിവരുടെയും
RSSന്റെയും വിശ്വസ്തനായ ഓം ബിർള, രാജസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന നേതാവും RSS മുൻ പ്രചാരകനുമായ ഓം മാത്തൂർ, BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, BJP ദേശീയ ജനറൽ സെക്രട്ടറിയും ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ പാർട്ടിയുടെ മുന്നേറ്റത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ സുനിൽ ബൻസൽ, BJP സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും പാർട്ടിക്കുള്ളിലെ പ്രധാന ശക്തികേന്ദ്രവുമായ BL സന്തോഷ് എന്നീ പേരുകളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത്. പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായിട്ടും ഇത്തവണ മന്ത്രിസഭയിൽ ഇല്ലാത്ത മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ പേരും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ BJPക്കെതിരെ വിമർശനം തുടർന്ന് RSS. ജനങ്ങളെ കേൾക്കാൻ നേതാക്കൾ മറന്നെന്ന് മുഖപത്രമായ ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നു. BJPയുടെ ഫീൽഡ് ഫോഴ്സ് അല്ല RSS എന്നും ലേഖനത്തിൽ പറയുന്നു. മണിപ്പൂർ കലാപം പരിഹരിക്കാത്തതിന് RSS മേധാവി മോഹൻ ഭഗവത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഓർഗനൈസർ ലേഖനം പ്രസിദ്ധീകരിച്ചത്. തെറ്റുതിരുത്തലിനായുള്ള സംഭാഷണം എന്ന പേരിൽ RSS സൈദ്ധാന്തികൻ രത്തൻ ശാർദ ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിലാണ് കടുത്ത വിമർശനങ്ങൾ. മോദി പ്രഭാവത്തിൽ രമിച്ചിരുന്നാൽ വിജയിക്കില്ല. BJP നേതാക്കൾക്ക് ജനങ്ങളുമായുള്ള ബന്ധമില്ലാതായി. സമൂഹമാധ്യമങ്ങളിൽ സെൽഫിയും പോസ്റ്ററും ഇടാൻ മാത്രമാണ് നേതാക്കൾക്ക് ആവേശം. അമിത ആത്മവിശ്വാസം തെറ്റിപ്പോയെന്ന് തിരിച്ചറിയാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് തിരിച്ചടി കാണണം. RSS BJPക്കായി വോട്ട് പിടിക്കുന്ന സംഘടനയല്ല. സഹായം വേണമെങ്കിൽ അത് ആവശ്യപ്പെടണമായിരുന്നു. അതുമുണ്ടായില്ല. തിരിച്ചടിയുണ്ടായ ശേഷം RSS സഹായിച്ചില്ലെന്ന് പറയുന്നതിൽ വസ്തുതയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. രാഷ്ട്രീയപരമായി പല മണ്ടത്തരങ്ങളും BJP ചെയ്തു. മഹാരാഷ്ട്രയിൽ ശിവസേനയിലെ പിളർപ്പ് കൊണ്ട് മാത്രം BJPക്ക് നല്ല ജയം നേടാമായിരുന്നു. എന്നാൽ NCPയിലും പിളർപ്പുണ്ടാക്കി അജിത് പവാറിനൊപ്പം കൂട്ടിയത് മണ്ടത്തരമായി. സ്വാഭാവികമായും ശക്തി ക്ഷയിക്കുമായിരുന്ന NCPക്ക് കരുത്തു നൽകുന്ന നീക്കമായി അത് തിരിച്ചടിച്ചെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്നലെ RSS ആസ്ഥാനത്ത് നടന്ന പരിപാടിക്കിടെ മോഹൻ ഭഗവതും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണങ്ങൾ ഉണ്ടായി. ജനസേവകർക്ക് അഹങ്കാരം പാടില്ല. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതാകണം കേന്ദ്രത്തിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിലേക്ക് പോകാതിരുന്ന പ്രധാനമന്ത്രി RSS മേധാവിയുടെ വാക്കു കേൾക്കുമോ എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. RSSന്റെ സഹായം വേണ്ടെന്ന് BJP അധ്യക്ഷൻ തന്നെ പരസ്യമായി പറഞ്ഞ് വോട്ട് തേടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. മോദി ഭരണകാലത്ത് BJPയും RSSും തമ്മിലുള്ള അകൽച്ചയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിമർശനങ്ങൾ. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ മുൻ അഡ്മിനും നിലവിൽ അംഗവും എന്ന നിലയിലാണ് നോട്ടീസ് അയച്ചത്. ക്രൈംബ്രാഞ്ച് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും സർക്കാരിന്റെ വികൃതമായ മുഖം മിനുക്കാനുള്ള നീക്കമാണെന്നും അർജുൻ പ്രതികരിച്ചു. വാട്സാപ്പ് ഗ്രൂപ്പിൽ താൻ അംഗമാണോ എന്ന് തെളിയിക്കണമെന്നും അർജുൻ രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നു. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ശബ്ദരേഖ പ്രചരിച്ച ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അർജുൻ അംഗമാണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. നേരത്തെ ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. മറ്റു ബാർ ഉടമകളുടെ മൊഴിയെടുത്തപ്പോഴും ഈ വിവരം ലഭിച്ചു. പിന്നാലെയാണ് വെള്ളിയാഴ്ച തിരുവനന്തപുരം ജവഹർ നഗറിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യാപിതാവ് ബാർ ഉടമയാണ്. അർജുൻ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാൻ തയ്യാറായില്ലെന്നും പിന്നീട് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചു നൽകിയതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ഏത് ഫോൺ നമ്പറാണ് ഗ്രൂപ്പിലുള്ളതെന്ന് ആദ്യം തെളിയിക്കട്ടെ എന്നും തനിക്കോ പിതാവിനോ വിഷയത്തിൽ പങ്കില്ലെന്നും അർജുൻ രാധാകൃഷ്ണൻ. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന നമ്പറാണെങ്കിൽ ആ നമ്പർ ഏതെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറയട്ടെ അവർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിൻ്റെ അകത്ത് എന്താണ് പങ്ക്? 2, അർജുൻ രാധാകൃഷ്ണൻ ഇതിന് എന്താണ് പങ്ക്? ഇത് രണ്ടുമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ രണ്ടുപേർക്കും പങ്കില്ല. ബാർക്കോഴ ആരോപണം ചൂണ്ടിക്കാട്ടി ഇന്നലെ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ഗൂഢാലോചനയടക്കം അന്വേഷിച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ പുതിയ നീക്കം. 24 തിരുവനന്തപുരം. ബാർക്കോഴ വിഷയത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ മാർച്ച്. ബാരിക്കേഡുകളൊക്കെ തള്ളിമറിക്കാൻ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വാട്ടർ ജലവേദിക്ക് പ്രയോഗം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. എന്തായാലും സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദ പദ്ധതിക്കെതിരായ വിമർശനം കാളപറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കും പോലെ എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മാധ്യമങ്ങളിൽ വരുന്ന തെറ്റായ വാർത്തകളെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് ഈ മാസം അവസാനം ട്രയൽ റൺ നടത്താനാകുമെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിയിലെ വിമർശനങ്ങളോട് ചോദ്യോത്തരവേളയിലായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. പദ്ധതിക്കായി പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ എന്നും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് വരുന്നതെന്നും KN ബാലഗോപാൽ. സാർ, ഈ കാളപറ്റു എന്ന് പറയുമ്പം കേൾക്കുമ്പം കയറെടുക്കുന്നത് ശരിയല്ല സാർ. സാർ, ഇതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ്. നമ്മുടെ സംസ്ഥാന ഇൻഷുറൻസ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് ആക്ച്വറിയൽ സയൻസ് അനുസരിച്ച് പഠിക്കണം സാർ. ആക്ച്വറിയൽസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. പഠിക്കാനുള്ള ഒരു ഓർഡർ കിട്ടാനെ സംബന്ധിച്ചാണ് ഇത്രയും വന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ട്രയൽ റൺ ഈ മാസം അവസാനം നടത്താനാവുമെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ അറിയിച്ചു. പദ്ധതി ഉപകരണങ്ങൾ, ക്രെയിനുകൾ 91%.
ഗേറ്റ് സമുച്ചയം റോഡും 70%. പദ്ധതിയുടെ ആകെ പുരോഗതി 88%. ജൂണിൽ അവസാനം എത്തുമ്പോഴേക്ക് ട്രയൽ എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രം നികുതി വിഹിതവും കടമെടുപ്പ് പരിധിയും വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായെന്ന് ധനമന്ത്രി ആരോപിച്ചു. 24 തിരുവനന്തപുരം. പി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPIയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പ്. ഇന്നലെ CPI സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വാദിച്ചത് പ്രകാശ് ബാബുവിന് വേണ്ടിയാണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പി സുനീറിന്റെ പേര് മുന്നോട്ട് വെച്ചത്. സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ മുല്ലക്കര രത്നാകരനാണ് പാർട്ടി മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത്. മന്ത്രി GR അനിലും E ചന്ദ്രശേഖരനും അടക്കമുള്ളവർ പിന്തുണച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പി സുനീർ രാജ്യസഭയിലേക്ക് പോകുന്നതാകും ഉചിതമെന്ന് ബിനോയ് വിശ്വം വാദിച്ചു. തർക്കങ്ങൾക്കൊടുവിൽ സുനീറിന്റെ പേര് ഉറപ്പിക്കുകയായിരുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ അനുയായിയായിരുന്നു പി സുനീർ. കാനത്തിന്റെ തന്നെ താൽപര്യപ്രകാരം സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ പക്ഷം പിടിച്ചെന്ന എതിർപക്ഷത്തിന് വിമർശനമുണ്ട്. കഴിഞ്ഞ തവണ P സന്തോഷ് കുമാറിന്റെ പേര് തീരുമാനിച്ചപ്പോഴും തഴയപ്പെട്ടത് പ്രകാശ് ബാബുവാണ്. 24 തിരുവനന്തപുരം. തൃശൂർ മേയർക്കെതിരെയും തുറന്ന പോരിനൊരുങ്ങാണ് CPI. മേയർ സ്ഥാനത്തു നിന്നും MK വർഗീസിനെ മാറ്റണം എന്ന നിലപാട് LDF ഉന്നയിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് മേയർ സുരേഷ് ഗോപിയെ പ്രകീർത്തിച്ചതിലും തെരഞ്ഞെടുപ്പിന് ശേഷം കൂടിക്കാഴ്ച നടത്തിയതിലുമാണ് CPIക്ക് അതൃപ്തി. തന്നെ മേയറാക്കിയത് CPI അല്ല CPIM ആണെന്ന് MK വർഗീസ് പ്രതികരിച്ചു. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മേയറും സുരേഷ് ഗോപിയും ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും അതൃപ്തിയുണ്ട്. മേയറെ പുറത്താക്കണമെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. 17, 18 തീയതികളിൽ ചേരുന്ന CPI ജില്ലാ നേതൃയോഗങ്ങൾ മേയർക്കെതിരായ നിലപാട് ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടെ CPIM നേതാക്കൾക്ക് തന്നിൽ വിശ്വാസമുണ്ടെന്നും രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുമാണ് മേയർ MK വർഗീസ് പ്രതികരിച്ചത്. ഞാനിപ്പോൾ തൽക്കാലം എന്നെ പുറത്താക്കേണ്ടത് തീരുമാനിക്കേണ്ടത് CPM ആണ്. ഞാൻ CPMന്റെ കൂടെ ഉറച്ചു നിന്ന് CPM എന്ത് പറയുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അടക്കം അറിയാമെന്ന് രാജിവെക്കുന്ന പരിപാടി ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. ഓക്കെ. CPIയുടെ പരാതി പരിശോധിക്കാൻ CPIM തയ്യാറായേക്കും. 24 തൃശൂർ. കോഴിക്കോട് പുതുപ്പാടിയിൽ ഒരു ബൈക്ക് കാറിലും ഓട്ടോയിലും ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് എന്നൊരു വാർത്ത വരുന്നുണ്ട്. കാന്തപുരം സ്വദേശി സുഹൈലിനാണ് പരിക്കേറ്റത്. കോഴിക്കോട് മേമുണ്ടയിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വിദ്യാർത്ഥി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വിദ്യാർത്ഥി നടന്നുപോയതിന് തൊട്ടു പിന്നാലെ ഭിത്തി തകർന്നു. ഞായറാഴ്ച നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഇതാണ് ആ ദൃശ്യങ്ങൾ. വിദ്യാർത്ഥി നടന്നു വരുന്നതിന് പിന്നാലെ ഒരു സംരക്ഷണ ഭിത്തി അങ്ങ് ഇടിയുകയായിരുന്നു. അങ്ങനെയാണ് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ. രാഹുൽ, തലനാരിഴയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തലനാരിഴ. രാഹുൽ. ഹാഷ്മി, ഞെട്ടിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വടകര കൂട്ടോത്താണ് ഞായറാഴ്ച വൈകിട്ട് 4:45 ഈ സംഭവം നടക്കുന്നത്. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ റിഷാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപത്തോടുകൂടി നടന്നു പോവുകയായിരുന്നു. ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നടന്നുപോയി ഏതാണ്ട് സെക്കൻഡുകൾ കഴിയുമ്പോഴാണ് ഈ 2 ആൾ പൊക്കമുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത്. കല്ലും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് താൻ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നുള്ള കാര്യം ആ വിദ്യാർത്ഥി തിരിച്ചറിയുന്നത്. കൂട്ടോത്ത് സ്വദേശിയായ ശാരദയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത്. എന്താണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ ആ ഞെട്ടലിൽ തന്നെയാണ് റിഷാൽ എന്ന വിദ്യാർത്ഥി ഇപ്പോൾ ഉള്ളത്. ഹാഷ്മി. രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്താണ് അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് ഉറപ്പായും പറയാം. ഇവിടെ ഇടുക്കി അടിമാലി 14-ാം മൈലിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായിട്ടുണ്ട്. 2 തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ രക്ഷപ്പെടുത്തി. 2ാമത്തെ തൊഴിലാളിക്കായി അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയുമാണ്. വെൽക്കം ബാക്ക്. ഇവിടെ പ്രേക്ഷകരെ, പുതുച്ചേരിയിൽ വിഷവായു ശ്വസിച്ച് 3 സ്ത്രീകൾ മരിച്ചു. 2 പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാൻഹോളിൽ നിന്നുള്ള വിഷവാതകമാണ് അപകട കാരണം. പ്രദേശത്ത് ശുചീകരണം നടത്തുന്ന കമ്പനിയുടെ ലൈസൻസ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഇന്ന് രാവിലെയാണ് പുതുച്ചേരിയിലെ റെഡ്ഡിപ്പാളയം പുതുനഗർ മേഖലകളിൽ അപകടമുണ്ടായത്. റെഡ്ഡിപ്പാളയം സ്വദേശികളായ ചെന്താമര മകൾ കാമാക്ഷിയുടെ മകൾ ഭാഗ്യലക്ഷ്മി എന്നിവരാണ് മരിച്ചത്.
ചെന്താമര ശുചിമുറിയിൽ മയങ്ങി വീണതിനെ തുടർന്ന് രക്ഷിക്കാനായാണ് മറ്റ് രണ്ടുപേരും ഓടിയെത്തിയത്. ഇതോടെ ഇവരും അപകടത്തിൽപ്പെട്ടു. അപകടമുണ്ടായ സാഹചര്യത്തിൽ റെഡ്ഡിപ്പാളയത്തെ മുഴുവൻ വീടുകളും ഒഴിപ്പിച്ചു. റെഡ്ഡിപ്പാളയം, പുതുനഗർ മേഖലകളിലെ മുഴുവൻ മാൻഹോളുകളും തുറന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി സംഭവസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 24 പുതുച്ചേരി. കൊലപാതക കേസിൽ കന്നഡ ചലച്ചിത്ര താരം ദർശൻ അറസ്റ്റിൽ. ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക അറസ്റ്റ്. ഇന്നലെയാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം ബംഗളൂരു കാമാക്ഷിപ്പാളയത്തെ പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 9 പേരടങ്ങുന്ന കൊട്ടേഷൻ സംഘം പിടിയിലായി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദർശനാണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസിന് വ്യക്തമായത്. തുടർന്ന് മൈസൂരുവിലെ ഫാം ഹൌസിൽ നിന്ന് ദർശനെ അറസ്റ്റ് ചെയ്തു. ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയ്ക്ക് രേണുകാസ്വാമി നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മൈസൂരുവിലെ ഫാം ഹൌസിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബംഗളൂരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. 24 ബംഗളൂരു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വാർഡ് വിഭജന ബില്ല് പാസ്സാക്കിയത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാതെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മോദി ശൈലിയിലാണ് ബില്ല് പാസ്സാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വാർഡ് വിഭജന നടപടി വേഗത്തിലാക്കിയത് പിടിവാശിയോ ഏകാധിപത്യമോ അല്ലെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു. ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസ്സാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസ്സാക്കുകയുണ്ടായത്. സാർ, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസ്സാക്കുന്നതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ സവിശേഷതകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സാർ. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ശ്രീ എൻ ഷംസുദ്ദീൻ MLAയും ഇവിടെ ഉന്നയിച്ചതുപോലെ ഇതിൽ വാശിയുടെയോ ഏകാധിപത്യത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു സമീപനം കൊണ്ടല്ല ഇന്നലെ ബില്ല് പാസ്സാക്കിയത്. ഒരുപക്ഷെ ഇന്നലത്തെ അന്തരീക്ഷത്തിൽ, ഇന്നലെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഈ സഭയിൽ ഉണ്ടായത്. ആ അന്തരീക്ഷത്തിൽ ആശയവിനിമയത്തിൽ ഒരു ഗ്യാപ്പ് വന്നു കാണും. അതുകൊണ്ട് സംഭവിച്ച സർക്കാരിന് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മനോഭാവവുമില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. വാർഡ് വിഭജന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസ്സാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നത്തിൽ സ്പീക്കർ റൂളിംഗ് നൽകി. സബ്ജക്ട് സെലക്ട് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതാണ് നല്ലത്. അടിയന്തര സാഹചര്യം പരിഗണിക്കേണ്ടതുണ്ടെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ക്രമപ്രശ്നത്തിലുള്ള സ്പീക്കറുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു പ്രേക്ഷക ജാസ്മി ഫവാസ് പറയുന്നു, സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ദിവസവേതനത്തിന് UP ടീച്ചറായി 1.5 വർഷം ജോലി ചെയ്തു, സാലറി കിട്ടിയില്ല. സ്കൂളിൽ പറയുന്നത് സർക്കാരിൽ നിന്നാണ് തരേണ്ടതെന്നാണ്. ആരോട് ചോദിക്കും, എവിടെ അന്വേഷിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്വേഷിക്കാം ജാസ്മി, അത് ഏത് സ്ഥലമാണ്, എവിടെയാണെന്നോട് പറയൂ. ഫ്ലവേഴ്സ് അക്കാദമിയുടെ 9ാം ബാച്ചിന്റെ ബിരുദദാന ചടങ്ങും പുതിയ ബാച്ചിന്റെ പ്രവേശനവും നടന്നു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജേർണലിസം, എഡിറ്റിംഗ്, ക്യാമറ വിഭാഗങ്ങളിൽ 20 വിദ്യാർത്ഥികളാണ് ബിരുദം നേടിയത്. പ്രായോഗിക പരിശീലനവും കൃത്യമായ വീക്ഷണത്തോടെയുമുള്ള മാധ്യമ പഠനവുമാണ് അക്കാദമിയുടെ ലക്ഷ്യം എന്ന് ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. അക്കാദമി കോർഡിനേറ്റർ ശ്രീരാഗ് മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോഴ്സ് ഡയറക്ടർ സന്ധ്യ ബാലസുമ, ഡീറ്റെയിൽ ഹെഡ് എബി തരകൻ, ക്യാമറ ചീഫ് വിൽസ് ഫിലിപ്പ്, TD ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. 13 വിദ്യാർത്ഥികളുമായി പുതിയ ബാച്ചിന്റെ ക്ലാസുകൾക്കും തുടക്കമായി. തൃശൂർ മാള വടക്കൻ തറവാട്ടിൽ ബേബി ഇട്ടീര വടക്കൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫെറോന ദേവാലയത്തിൽ. പരേതനായ ഇട്ടീരയാണ് ഭർത്താവ്. US ട്രിനിറ്റി ടെക്സാസ് ഗ്രൂപ്പ് CEO സിജോ വടക്കൻ, ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളി വികാരി ഫാദർ ജോളി വടക്കൻ ഉൾപ്പെടെ 7 മക്കളാണ്. സ്പോർട്സ് വാർത്ത. T20 ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ന് ജീവൻ മരണ പോരാട്ടം. കാനഡയ്ക്കെതിരായ മത്സരത്തിൽ ജയിക്കാനായില്ലെങ്കിൽ പാകിസ്ഥാൻ സൂപ്പർ 8 കാണാതെ പുറത്താകും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. വമ്പൻ അഴിച്ചുപണികളോടെയാണ് പാകിസ്ഥാൻ 2020 ലോകകപ്പിനെത്തിയത്. ബാബർ അസമിനെ നായകസ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നു. 2011 ഇന്ത്യയ്ക്ക് ഏകദിന ലോകകപ്പ് സമ്മാനിച്ച ഗ്യാരി കേസിനെ പരിശീലകനാക്കി. പാക് സൈന്യത്തിനൊപ്പമുള്ള കഠിന പരിശീലനം. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ കംപ്ലീറ്റ് കോമഡിയായി.
ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് ഞെട്ടിക്കുന്ന തോൽവി. രണ്ടാം മത്സരത്തിൽ ചിരവൈരികളായ ഇന്ത്യയെ 119 റൺസിന് എറിഞ്ഞിട്ടിട്ടും കളി കൈവിട്ടു. ഇന്ന് കാനഡയെ തോൽപ്പിക്കാനായില്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകും പാകിസ്ഥാൻ. നായകൻ ബാബർ അസം ഉൾപ്പെടെയുള്ള ബാറ്റേഴ്സിന്റെ മോശം ഫോമാണ് പാകിസ്ഥാനെ ചതിക്കുന്നത്. 2020 ക്രിക്കറ്റിൽ ടെസ്റ്റ് കളിക്കുന്നു എന്നാണ് ബാബറിനും മുഹമ്മദ് റിസ്വാനുമെതിരെയുള്ള പരാതി. പിന്നെ വമ്പൻ അടിക്കാരെന്ന് പറഞ്ഞ് ടീമിലെടുത്ത അസം ഖാൻ അടക്കമുള്ളവർ നനഞ്ഞ പടക്കങ്ങളായി. ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ജയിച്ചാൽ പോലും പാകിസ്ഥാന് സൂപ്പർ 8 ഉറപ്പിക്കാനാവില്ല. അമേരിക്കയോ ഇന്ത്യയോ തോറ്റാലേ രക്ഷയുള്ളൂ. അതേസമയം അയർലൻഡിനെ അട്ടിമറിച്ച് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം നേടിയതിന്റെ ആത്മവിശ്വാസവുമായാണ് കാനഡയുടെ വരവ്. പാകിസ്ഥാനെയും തോൽപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് പാക് വംശജനായ സാദ് ബിൻ സഫർ നയിക്കുന്ന കനേഡിയൻ ടീം. സ്പോർട്സ് ടീം 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്താ യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.